വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്, ലബോറട്ടറി ഗ്രേഡ് കെമിക്കൽസ് ഒക്കെ നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാൻ സാധിക്കുമോ? UAE-യിൽ ഇതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോ സംസാരിക്കുന്നു. ലോ പോയിന്റ്. ഓക്കെ, നമുക്കേ ഈ ആസിഡ് അതുപോലെ തന്നെ ഈ ലബോറട്ടറി ഗ്രേഡ് കെമിക്കൽസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും? സാധാരണ നോർമലി കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണത്. അതായത് വീട് ക്ലീൻ ചെയ്യുന്നതിന്, ഡ്രെയിനേജ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ ആളുകൾ സാധാരണ ഇപ്പോൾ വില്ലകളിലൊക്കെ താമസിക്കുന്ന, ഷെയറിംഗ് വില്ലാസിലൊക്കെ താമസിക്കുന്ന ആളുകൾ സാധാരണ അവർ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കെമിക്കൽസ് വാങ്ങിച്ചു വയ്ക്കുക. ആ കെമിക്കൽസ് യൂസ് ചെയ്ത് കെമിക്കൽസ് ഒഴിച്ച് ഡ്രെയിനേജ് ബ്ലോക്ക് ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കാണുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഹൈലി ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആരും അറിയുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു വേഴ്സ് സിനാരിയോയിൽ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാവുക, അതല്ലെങ്കിൽ ഇതിൻ്റെ ലീക്കേജ് ഉണ്ടാവുക, അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുക. ഈ കെമിക്കലൊക്കെ ലീക്കേജ് ആയാൽ തന്നെ നമുക്ക് ശ്വസിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒത്തിരി കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ ഞാനൊക്കെ വന്ന കാലത്തൊക്കെ 2000-2002 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്സ് നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കും കെമിക്കൽ, ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ആസിഡ് എന്ന് വെച്ചാൽ വളരെ വളരെ എന്താ പറയുന്നത്, രൂക്ഷ ഗന്ധമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ വിറ്റിരുന്നു. കാലങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് നിയമങ്ങളും മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ മനസ്സിലായി ഇത് വെച്ചിട്ട് ഒത്തിരി ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സാധനം ചിലപ്പോൾ ഡ്രെയിനേജിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് നേരെ തിരിച്ച് മുകളിലേക്ക് ഇങ്ങനെ വന്ന് കണ്ണിനും ഒക്കെ മുഖത്തൊക്കെ പൊള്ളി ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അത്തരം സാധനം. പിന്നെ കുട്ടികൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് കുട്ടികൾ അതെടുത്ത് തട്ടിമറിച്ച് ഈ എഴഞ്ഞു പോകുന്ന ഒരിക്കൽ പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് എഴഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഇതിൻ്റെ തട്ടി വീണ് ആ കുട്ടി മരണപ്പെട്ടു പോയി, ഈ ആസിഡ് പോയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതുകൊണ്ട് ഇതപ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ട് ബാൻ ചെയ്തിരിക്കുക. നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ പറ്റില്ല. പണ്ട് ഒരു ഇതുണ്ട്, വിനയിൽ താഴത്ത് ഒട്ടിക്കുന്ന സാധനം, അതിൻ്റെ ഒരു ഗമ്മുണ്ട്. ആ ഗമ്മ് പണ്ട് വാങ്ങിക്കാൻ കിട്ടുന്നു, ഇപ്പോൾ കിട്ടില്ല. അതൊക്കെ കമ്പനികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതിന് വേറെ പല പ്രശ്നങ്ങളുണ്ട്. അത് ശ്വസിക്കുന്നത് എന്താ പറയുക, ഒരു തരത്തിലുള്ള ഡ്രഗ് പോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ട് ഇതെല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ, അത് അങ്ങനത്തെ കെമിക്കൽസ് നമുക്ക് കിട്ടില്ല. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യം, അപ്പോൾ അവർക്ക് കിട്ടും. അത് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച് ആവശ്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കത് സ്റ്റോർ ചെയ്യാനോ വീട്ടിൽ വെക്കാനോ പാടില്ല. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, കുറച്ചല്ലേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉള്ളൂ. പക്ഷേ നിയമപരമായിട്ട് അത് പാടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നിയമപരമായിട്ടും പാടില്ല. ഈ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറ്റക്കാരാവും. ഫോറൻസിക് ഒക്കെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി എന്തുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും, എവിടെയാണ് വെച്ചിരുന്നത്, എന്തുകൊണ്ടാണ് റീസൺ ഓഫ് ഫയർ അല്ലെങ്കിൽ റീസൺ ഓഫ് ദിസ് ഡെത്ത് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാക്സിമം അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ക്ലീനിങ് കമ്പനിക്കാരെ ഏൽപ്പിക്കുക, അവർക്കത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവർ അതിൻ്റെ കെമിക്കൽ കൊണ്ടുവരും. ആ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അവർ ഇത് ക്ലീൻ ചെയ്ത് അവർ ആ കെമിക്കൽ കൊണ്ട് പൊക്കോളും. നമ്മുടെ വീട്ടിലത് സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് ഡെയിലി പേർപ്പസിനുള്ളതല്ല, ഡെയിലി യൂസേജിനുള്ളതല്ല. വാങ്ങിക്കാതിരിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ആൾക്കാരെ കൊണ്ട് കൊണ്ടുവന്ന് അത് ചെയ്യിപ്പിക്കുക, തിരിച്ചു പറഞ്ഞയക്കുക എന്നുള്ളതാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച്.